നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിശേഷം നിങ്ങളുമായിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയേ. ഞങ്ങളുടെ വിവാഹം ഏപ്രിൽ 5, 2021 കേട്ടോ നടന്നത്. അങ്ങനെ അന്ന് മുതൽ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ ഈ ഫാമിലി കംപ്ലീറ്റ് ആവാനായിട്ട് ഞങ്ങളുടെ ഇടയ്ക്കോട്ട് ഒരു കുഞ്ഞു മാലാകയും വന്നേ. ആ ഒരു മൊമെൻറ്റ് വാക്കുകൾ കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നേ. അത്രയും ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടേ ഇല്ല കേട്ടോ. അവളെ കണ്ട ആ ഒരു നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ, പേരൻറ്ഹുഡ് എങ്ങനെയായിരിക്കും, പുതിയൊരാൾ വരുമ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീൻ മാറും, നമ്മുടെ സ്വഭാവങ്ങൾ മാറും, എല്ലാം മാറും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ടെൻഷനായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, നല്ലൊരു അമ്മയാകാൻ പറ്റുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ അവൾ വന്നു കഴിഞ്ഞപ്പം എന്തോ ഒരു ഫ്ലോയിൽ അതങ്ങനെ പോയി കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അവൾ മാത്രമാണ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു ലോകത്തിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് മറ്റൊരാളും കൂടെ വരാൻ പോവാണ്. എൻ്റെ പാത്തുക്കുട്ടിന് കൂട്ടായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞു ആവയും കൂടെ വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞെങ്കിൽ പോലും അൾട്രാസ്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത റിലേറ്റീവ്സിനോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അൾട്രാസ്കാനിന് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ സ്കാനിങ് ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. അവർ നമ്മളോട് നേരത്തെ അരമണിക്കൂർ മുമ്പ് നമ്മൾ എത്തിയായിരുന്നു. അപ്പം തന്നെ പറഞ്ഞു വയറ് നിറച്ചും വെള്ളം കുടിക്കണമെന്ന്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് എന്താ പാത്തുതാ ഇവിടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലഡ് എടുക്കുന്നവൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പേടിയാണ് കേട്ടോ, ഡോക്ടേഴ്സ് തന്നെ എന്തെങ്കിലും ചെയ്യുമോ, ബ്ലഡ് എടുക്കുമോ എന്നൊക്കെ പേടിയാണ്. അപ്പോൾ അവളുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. എന്നെ സ്കാനിങ് റൂമിലേക്ക് കയറ്റി ഉടനെ തന്നെ ഇവൾ കരയാൻ തുടങ്ങി. അങ്ങനെ കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയേ. അതിനുശേഷം പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിച്ചതും ഡോക്ടറിനെ കണ്ടതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറിനെ കാണാനായിട്ട്. അപ്പോൾ പാത്തുവിന് ഇപ്പോൾ ഭയങ്കര കൊഞ്ചലാണ്. അപ്പോൾ ഒരു നിമിഷം പോലും എന്നെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, നല്ല വാശിയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്തവണ അത്രയ്ക്ക് മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിക്ക് തന്നെ മൂഡ് സ്വിങ്സും ഉണ്ടായിരുന്നു, ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പാത്തു കൊണ്ടുകൊണ്ടാണോ എന്നറിയില്ല, എന്തോ എനിക്ക് ഇപ്രാവശ്യം അതൊക്കെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അതോ ഇനി ഇല്ലാത്തതാണോ എന്നും അറിയില്ല കേട്ടോ. എൻ്റെ എല്ലാ കാര്യത്തിലും പാത്തുവിനും നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവൾ വന്നതിന് ശേഷം എൻ്റെ പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസിയും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. മെയിൻലി ഈ മൂഡ് സ്വിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതല്ലാതെ ഹെൽത്ത് വൈസും കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമേ. ഞങ്ങളിവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ കൺസൾട്ട് ചെയ്ത അതേ ഡോക്ടർ തന്നെയാണ്. കഴിഞ്ഞ തവണ 7th month വരെയാണ് കേട്ടോ ഞാനിവിടെ കൺസൾട്ട് ചെയ്തത്. അതിനുശേഷം നാട്ടിലായിരുന്നു കേട്ടോ കൺസൾട്ടേഷനും അതുപോലെ ഡെലിവറി ഒക്കെ നാട്ടിലായിരുന്നു. നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സ് കംഫർട്ടബിൾ ആയാൽ തന്നെ നല്ലൊരു ആശ്വാസമാണല്ലോ. അപ്പം ഈ ഡോക്ടർ നല്ലൊരു എന്താ പറയുക, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അതാ അവിടുന്ന് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചു. അഹല്യ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾക്കിത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവേനെ കണ്ടു. ഞങ്ങൾ ആദ്യമായിട്ടല്ല കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാവയെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കൺസൾട്ടേഷൻ തൊട്ട് തന്നെ ഡോക്ടർ ഞങ്ങളെ കാണിക്കുമായിരുന്നു. നമ്മൾ ആദ്യം തൊട്ട് തന്നെ കാണുന്നുണ്ട്. എല്ലാ ഗ്രോയിങ് പ്രോസസ്സും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പാത്തുക്കുട്ടനാണ് കേട്ടോ റിപ്പോർട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.